13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു വിഖ്യാത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഫിബനോച്ചിയാണ് ശ്രദ്ധേയമായ ഈ നിരീക്ഷണം നടത്തിയത്. പ്രകൃതിയെ ഗാഢമായി നിരീക്ഷിച്ച അദ്ദേഹം ഒരു പ്രത്യേക സംഖ്യാക്രമം പ്രകൃതി അനുസരിക്കുന്നു എന്ന് കണ്ടെത്തി. 1 1 2 3 5 8 13 21 34 55 എന്നതാണ് അദ്ദേഹം കണ്ടെത്തിയ സംഖ്യാക്രമം. ഈ ക്രമത്തിലെ ഓരോ സംഖ്യയും അതിന് തൊട്ടു മുൻപിലെ 2 സംഖ്യകളുടെ തുകയാണ്. പ്രകൃതിക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഖ്യാക്രമമാണിത് എന്നതാണ് ഫിബനോച്ചി അക്കങ്ങളുടെ പ്രാധാന്യം. പുഷ്പങ്ങളിലെ ദലങ്ങളുടെ എണ്ണം, ഒരു ശിഖരത്തിലെ ഇലകളുടെ വിന്യാസം, സൂര്യകാന്തി പൂക്കളിലെ വിത്തുകളുടെ എണ്ണവും വിന്യാസവും, ശംഖിനകത്തെ സ്പൈറലുകളുടെ എണ്ണവും ക്രമീകരണവും, ഒരു തെങ്ങോലയിലെ ഓരോ ഇലയും തമ്മിലുള്ള നീളവ്യത്യാസം എന്നിങ്ങനെ പ്രകൃതി സ്വീകരിച്ചിരിക്കുന്ന ഗണിതക്രമം ഫിബനോച്ചി കണ്ടെത്തിയ സംഖ്യാക്രമമാണ്. സൂര്യകാന്തി പൂക്കളിലെ വിത്തുകളുടെ ക്രമീകരണത്തിലുമുണ്ട് ഈ സംഖ്യാവിന്യാസം. 34 വിത്തുകളുടെ നിര പ്രദക്ഷിണമായുണ്ടെങ്കിൽ 21 55 വിത്തുകളുടെ നിര അപ്രദക്ഷിണമായുണ്ടാവും. ഇതേ ക്രമീകരണം കൈതച്ചക്കയിലും പൈൻ കോണിലും കാണുന്നു. ഒരു മരത്തിലെ ശിഖരങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിലുമുണ്ട് ഫിബനോച്ചിയുടെ മാന്ത്രിക സംഖ്യ. ഗണിതം കൊണ്ട് വെറുമൊരു വിസ്മയം സൃഷ്ടിക്കുക മാത്രമാണോ പ്രകൃതിയുടെ ലക്ഷ്യം? എന്തായാലും ഒരു കാര്യം തീർച്ച, ഗണിതം എന്നത് സങ്കീർണമായ സംഖ്യാക്രമങ്ങൾ മാത്രമല്ല. പ്രകൃതിയുടെ അടിസ്ഥാന ഭാവങ്ങളെ പോലും നമുക്ക് ഗണിതത്തിന്റെ ഭാഷയിൽ വിശദീകരിക്കാനാവും.